പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വർഷ അവസാനത്തിലായിരിക്കുന്നു. ഇനിയൊരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 2025 സംഭവിക്കുന്നതും ആത്മീയ മനുഷ്യർ ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി ചിന്തിക്കുന്നത്. എന്തെല്ലാമാണ് ആത്മീയ ലോകത്തിൽ? നമുക്കറിയാം, ഭൂമിയിൽ മറ്റ് മേഖലകളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആത്മീയ മേഖലയിൽ കൂടുതലായിട്ടിനി സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധമായി പ്രകൃതിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാവുന്നൊരു കാര്യമാണ്, ഏക ലോക ഭരണത്തിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളിലൂടെ, അതോടൊപ്പം തന്നെ രാജ്യങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഒരു രാജ്യം, ഒരു മതം, ഒരു സാമ്പത്തിക നില എന്ന് പറയുമ്പോൾ ഒരു കറൻസി, ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ കീഴിലേക്ക്, അവൻ്റെ ഭരണത്തിന് കീഴിലേക്ക് വരുന്ന ഒരു സംവിധാനത്തിലേക്കെല്ലാം ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ആത്മീയമായി ചെയ്യേണ്ട നിരവധിയായ കാര്യങ്ങളുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതലായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ആ മേഖലകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രത്യേകമായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥനയിൽ കുറവ് വരുത്താതെ തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കൂടുതൽ നമ്മൾ ചൊല്ലുകയും അവിടുത്തെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ വരവിന് വേണ്ടി, അവിടുത്തെ ഭരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയായി മാറുകയും അതിനുവേണ്ടി ഒരുങ്ങുന്നവരെ പ്രലോഭിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് ഒരു വലിയ സംരക്ഷണം നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ആ പ്രാർത്ഥന തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടിയൊക്കെ കൂടുതലായിട്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട, ഒരു അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ മേഖലകളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഏതാനും ചില കാര്യങ്ങൾ അതോടൊപ്പം നിങ്ങളിത് മൊത്തം ഈ സന്ദേശം മുഴുവനും സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കിട്ട് കാണാതെ മുഴുവനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമുക്ക് ഓൺലൈൻ ധ്യാനമുണ്ട്. ആ ധ്യാന ശുശ്രൂഷകളിൽ നിങ്ങൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. 20, 21, 22 തീയതികളിൽ ഓൺലൈൻ ധ്യാനമുണ്ട്. അപ്പോൾ വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുക, മറ്റുള്ളവർ പറയുക. ഈ വർഷത്തിലെ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയാനും വരും വർഷം കൂടുതൽ കർത്താവിൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് ജീവിക്കാനും എല്ലാ പ്രതിസന്ധികളിലും വിജയം വരിക്കുവാനും വേണ്ടുന്ന ഒരു വലിയ കൃപ, കർത്താവ് വിജയിച്ചവനാണ്, കർത്താവിൻ്റെ കൂടെ നിന്ന് വിജയം വരിക്കാൻ വേണ്ടുന്ന വലിയ ഒരു കൃപ നമുക്ക് ലഭിക്കാൻ, അവിടുത്തെ മക്കളായ നമ്മൾക്ക് ഒരു വിജയം വരിക്കാൻ തക്ക വിധം ഒരു ഒരുക്കം ഉണ്ടാകാനും വേണ്ടി നിങ്ങൾ ആ ശുശ്രൂഷ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഉപവാസ ഓൺലൈൻ ധ്യാനം നമുക്കിവിടെ സംവിധാനങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ വെച്ച് തന്നെ നമ്മൾ എല്ലാ മാസവും ഒരു 21 ദിവസത്തെ ഉപവാസ ധ്യാനം തീർച്ചയായിട്ടും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ സംവിധാനങ്ങളായി വരുന്നത് വരെ നമ്മൾ ജനുവരി മുതൽ ഓൺലൈൻ ഉപവാസ ധ്യാനം ജനുവരി 3-ാം തീയതി ആരംഭിക്കും, 23-ാം തീയതി തീരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നെ തരുന്നതായിരിക്കും. രാവിലെയും വൈകിട്ടും ഒരു ചെറിയ സന്ദേശങ്ങളും അനുബന്ധമായ പ്രാർത്ഥനകളിലൂടെയും കർത്താവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള കുറേ മേഖലകളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. അപ്പം നിങ്ങളായിരിക്കുന്ന ഭവനത്തിലായിരുന്നു കൊണ്ട്, സ്ഥലത്തായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് കർത്താവിൻ്റെ കൂടെ കൂടുതൽ സമയം, ബൈബിളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്ന തോബിത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുത്തി ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടെ ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉപവസിച്ച് കർത്താവിൻ്റെ കൂടെ ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമല്ല,
അതെങ്ങനെയാണെന്നുള്ള പിന്നെ പറഞ്ഞോളാം. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊള്ളാം. അപ്പോൾ അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ ഉപവസിച്ചിരുന്നു, ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നു. ഇന്ന് ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് മറ്റ് സഭകളല്ലേ തുടങ്ങിയത്. 21 ദിവസം ഉപവാസ പ്രാർത്ഥന നമ്മൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 3 ആഴ്ചക്കാലം ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ചായിട്ട് കാണുന്നുണ്ട്. തന്നെ എളിമപ്പെടുത്തിയായിട്ട് കാണുന്നുണ്ട്. ദൈവസന്നിധി പ്രാർത്ഥിച്ചായിട്ട് കാണുന്നുണ്ട്. കർത്താവിൻ്റെ മാലാഖമാർ വന്ന് പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളുടെ തടസ്സങ്ങളിൽ നിന്നും മോചിപ്പിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വിശുദ്ധീകരണം, നമ്മുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥന വളരെ ഫലദായകമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്കിവിടെ മരിയാശ്രമത്തിൽ 24 മണിക്കൂറും നിത്യാരാധന നടത്തിയുള്ള ഒരു ചാപ്പൽ, നിത്യാരാധന ചാപ്പൽ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് 24 മണിക്കൂറും നമ്മൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് ഒരു 3-4 പേരിങ്ങനെ ചെയിനായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നൊരു സംവിധാനം ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കർത്താവ് നൽകിയൊരു സന്ദേശമാണത്. അത് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളുടെയും കർത്താവ് നമ്മളെ ക്രമീകരിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ അത് ആരംഭിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ, ശ്രമങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 24 മണിക്കൂറും ദൈവസന്നിധിയിൽ നിത്യാരാധന ചാപ്പൽ, നിത്യ പ്രാർത്ഥനാലയം എന്നുള്ള ഒരു കൺസെപ്റ്റ് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ലൂക്കാ സുവിശേഷം 18:7 പറയുന്നത് പോലെയുള്ള, ലൂക്കാ സുവിശേഷം 21:34 പറയുന്ന പോലെയുള്ളൊരു മേഖല നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് സാമ്പത്തികമായ ഒരുപാട് മേഖലയുണ്ട്. ഒരു 3000 പേര് 1000 രൂപ വെച്ച് നമുക്ക് തരികയാണെങ്കിൽ ഏതാണ്ട് ഒരു 30 ലക്ഷം രൂപയോളം ചാപ്പലിനും വൈദികർക്ക് താമസിക്കാനുമുള്ള മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വിമർശനവുമായിട്ട് വരുന്ന പലരുമുണ്ട്. ഞാനിത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കാരണം ഞാനിവിടെ ആയിരിക്കുമ്പോൾ, ഈ സ്ഥലത്ത് ഇവിടെ പോലും ഞാൻ താമസിക്കുമ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ അവകാശത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല എന്ന് വെച്ചിട്ടും കർത്താവിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. ഏതാനും പേരുടെ ചില സഹായങ്ങൾ വഴിയായിട്ടാണ്, പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ സഹായക്ക് വഴിയായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയത്. മറ്റു ചിലരും ഇതിനകത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ചില വ്യക്തികളെ എപ്പോഴും നമുക്ക് അവരത് പറഞ്ഞിട്ടല്ല, അവർ കർത്താവ് സന്ദേശം കൊടുത്ത് അവർ ക്രമീകരിച്ചതാണ് പല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പങ്കാളിത്തം, ചിലപ്പോൾ സമ്പന്നരായ ചില മനുഷ്യർക്ക് ചിലപ്പം ഒറ്റയടിക്ക് അവർക്ക് വേണമെങ്കിൽ ഒരു ദൈവാലയം അല്ലെങ്കിൽ ഒരു ചാപ്പലോ ഒക്കെ പണിയാൻ പറ്റിയെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ ഉദ്ദേശം ഇതാണ്, സാധാരണക്കാരായ ആൾക്കാരുടെ കൈവശം നിന്ന്, അപ്പം മറ്റുള്ളവർ സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ, പക്ഷേ സാധാരണക്കാരായ ആൾക്കാരെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ വെച്ച് ഒരു 3000 പേര് നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതാകും. ഓൺലൈൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 1,15,000 രൂപയ്ക്ക് അടുപ്പിച്ചേ നമുക്കത് കിട്ടിയിട്ടുള്ളൂ. അത് വേറൊരു അക്കൗണ്ടാണ്. ഇത് ചാപ്പലിന് വേണ്ടിയും അച്ഛന്മാർക്ക് താമസിക്കാനും അനുബന്ധമായ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ടാണ് അത് ക്രമീകരിക്കപ്പെടുക. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ശുശ്രൂഷയോട് സഹകരിക്കണം എന്ന് പറയുകയാണ്. ബൈബിളിൽ പറയുന്ന ഒരു വാക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, നമ്മൾ ആരും തന്നെ ഒരിക്കലും ഒരു നിർബന്ധത്തിന് വഴങ്ങി ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്നും നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാം. 2 കൊറിന്ത്യസ് 9:7 ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിനോ കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ആദിമസഭയിൽ ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് കൊടുത്തവരുടെ കാര്യത്തെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ ഭാഗത്തുള്ള ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും അറിയാം, ഒരു പൈസ പോലും ദൈവീയ കാര്യത്തിന് വേണ്ടിയോ ശുശ്രൂഷകൾക്ക് വേണ്ടിയോ ചിലവഴിക്കാത്ത, എന്നാൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ദൂർത്തടിക്കുകയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അവരിഷ്ടമുള്ള അവരാനന്ദത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവരിഷ്ടം പോലെ ചിലവഴിക്കുകയും ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ വിമർശനവും കുറ്റപ്പെടുത്തലും വിധിയൊക്കെ ആയിട്ട് വന്നേക്കാം. ഞാൻ ആരെയും വിധിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കാര്യങ്ങൾ
കൃത്യമായിട്ട് പറയുക എന്നുള്ളത്. ചിലർക്ക് ഈ കാര്യം പറയുമ്പോൾ അതൊരു വിധിയായിട്ട് തോന്നിയേക്കാം. എന്തായിക്കൊള്ളട്ടെ, നമ്മുടെ എല്ലാ ടോക്കിനകത്ത് ഒരു 4-5 കമൻറ്റുകൾ അങ്ങനെ വരാറുണ്ട്. ചിലർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നന്മ പറഞ്ഞു പറയുമ്പോൾ വേണ്ടെന്നാണ്. വേണ്ടായോ എന്ന് ചിന്തിക്കും. അത് വേണം. എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന വരും കാലഘട്ടങ്ങളിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യകതയാണ്. അപ്പോൾ ഇതിനകത്ത് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരിക്കലും ചിലപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യാൻ അവന് ഭക്തരായിരിക്കാം. പക്ഷേ ആര് വേണമെങ്കിലും നമ്മളെ വിമർശിച്ചോ, അതിന് യാതൊരു പരാതിയും നമുക്കില്ല. പക്ഷെ ദൈവത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്. എന്നാൽ ഈ വചനമനുസരിച്ച് നമുക്ക് പോകാൻ പറ്റാതെ ഈ എല്ലാ കാര്യത്തിലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാതാവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്, ഈശോയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെയുള്ള വാക്കുകൾ കടന്നു വരുമ്പം ഭക്തരെ നമ്മളിതിനകത്ത് ഉദ്ദേശിക്കുക. കാരണം ഭക്തരെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സമീപിക്കുന്നത് തിരിച്ചു പോരുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ദൈവം പറയുന്ന പോലെ ജീവിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് അവർ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ കൂടുതൽ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യത്തിനും ഓരോ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം കണ്ടേക്കാം. ഞാനിത് പറയുന്നത് തീർച്ചയായിട്ടും അത് വരുമ്പോൾ അത് അടുത്ത കമൻറ്റ് ഇത് വായിക്കുന്നവർ എന്ത് ചെയ്യുന്നറിയാം, ഉടനെ തന്നെ അങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ച് ഇതുപോലെ കെണികളിൽ പോയി പെടും. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, ദൈവം നിങ്ങളെ അനുവദിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ അതിനോട് സഹകരിച്ചാൽ മാത്രം മതി. കർത്താവ് നമുക്ക് കൃത്യമായ ബോധ്യം തന്നതുകൊണ്ടാണ് 3000 പേര് 1000 രൂപ വെച്ചെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പണമാകും എന്നുള്ള ഒരു ബോധ്യം വരികയും അത് നിങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തു എന്ന് മാത്രം. അല്ലാതെ ഇത് ഒരിക്കലും നമ്മൾ എത്രത്തോളം സിമ്പിളായിട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏറ്റവും ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ അർഹതപ്പെടാൻ ഒന്നുമില്ലാത്ത മനുഷ്യരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ത്യാഗം സഹിക്കുന്നു. ഇതൊന്നും ജനത്തിന് മുമ്പിൽ വിളമ്പാനായിട്ട് നമുക്ക് താല്പര്യമില്ല, വിളിച്ചു പറയാൻ താല്പര്യമില്ല. പിന്നെ ഈ വിമർശകരുടെ ഒരു അവസ്ഥ വരുമ്പോൾ അവരിതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വന്ന് കാണുക, പരിശോധിക്കുക, അറിയുക. അല്ലാതെ കാടടച്ച് വെടിവെക്കുക കഴിയുമ്പോഴത്തേക്ക് പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതായ ചില പരിണിത ഫലങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പലതും നന്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, തിന്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കും ഒരു അനുഗ്രഹമാണ്. എന്നാൽ തിന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പം എന്ത് പറ്റും, അതിൻ്റെ പരിണിത ഫലം ചിലപ്പോൾ നമ്മളായിരിക്കും അനുഭവിക്കുന്നത്. ഈ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ആരും നമ്മുടെ കൂടെ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ദുഷ്ടതയുടെ മേഖലകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ ലെബനോനിലെ ദേവദാരു പോലെ അത് വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവിടെ കണ്ടില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നും നിലനിൽക്കുന്ന മനുഷ്യരായിട്ട് മാറണം. മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മകളെക്കാൾ ഉപരി ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാവിന് വിലയുള്ളതായിട്ട് മാറ്റപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ മേഖല വിഷയത്തിലേക്ക് കടന്നു വരാം. എന്താണ് നമുക്ക് 2025 പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ? നമുക്കറിയാം ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യമുണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? പ്രകൃതി ദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അക്രമങ്ങൾ വർദ്ധിച്ചിട്ടുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് കൊലപാതകങ്ങൾ, വഞ്ചന, സാമ്പത്തിക വഞ്ചന വർദ്ധിച്ച ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റുകളിലൊക്കെ കാപട്യം, അതുപോലെ തന്നെ തിരുത്തലുകൾ, ശരിയെന്ന് നമ്മൾ കരുതുന്ന ഡോക്യുമെൻറ്റ്സുകൾ തിരുത്തുന്നത്, മാതാപിതാക്കൾ വഞ്ചിക്കപ്പെടുന്ന മക്കൾ, മക്കളാൽ വഞ്ചിക്കപ്പെടുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സ്നേഹം കൊതിച്ചും കൊണ്ട് കൂടെ ജീവിച്ച വ്യക്തികളെ ഉപേക്ഷിച്ചു പോകുന്ന വ്യക്തികൾ, അങ്ങനെ പണത്തിനു വേണ്ടി, സുഖത്തിനു വേണ്ടി, അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇപ്പം 24 മണിക്കൂർ പ്രയർ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു മേഖലയിൽ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ലൂക്കാസ് സുവിശേഷം 18:7 ഒരു വാക്ക് പറയുന്നുണ്ട്. അതിങ്ങനെ പറയുന്നത്, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? എന്നിട്ട് പറയുകയാണ്, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും. ഇതിനെന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്? അല്ല, അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, അതിന് തുറന്ന് പറയുകയാണ്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പം വിശ്വാസമുണ്ടെങ്കിലേ നീതിയുള്ളൂ. വിശ്വാസമുണ്ടെങ്കിലേ നീതിയുള്ളൂ. അപ്പോൾ മനുഷ്യപുത്രൻ ഭൂമി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തത്തില്ല, നീതി കണ്ടെത്തത്തില്ല. 2025 ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം
വിശ്വാസ മേഖലയിലുള്ള അപകടങ്ങളാണ് എനിക്ക്. എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഒരു പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അത് അനുഭവപ്പെടണമെന്നില്ല. സാധാരണ രീതിയിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മൾ പോകുന്നത് കർത്താവിനെ ഉൾക്കൊള്ളുന്നു, കർത്താവിനെ കാണുന്നു, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നു, ബലിയർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഒരു കൺസെപ്റ്റിൽ അല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, കത്തോലിക്കരുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് ചില നിർദ്ദേശങ്ങൾ കോമൺലി നമുക്കറിയാം. പള്ളിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സഭകളിൽ നിന്ന് നിർദ്ദേശം എന്താ? നിങ്ങൾ പള്ളിയിൽ പോയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ നൊവേനയും പ്രാർത്ഥനയും പള്ളിയിൽ പോക്കും അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശവും അനുസരിച്ച് പോകും. എന്നാൽ അവരിലേക്ക് തിരിഞ്ഞ് നമുക്കൊരു കാര്യം പിടികിട്ടും. അവരെങ്ങനെ ജീവിച്ചാലും അവിടെ കുഴപ്പമില്ല. മദ്യപിച്ചോ, പുകവലിച്ചോ, ഇനി ജീവിത പങ്കാളി ഉപേക്ഷിച്ചോ, മക്കളെ തല്ലിയോ, കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാലും. ഞാൻ ഒരുപാട് പേരെ കാണുന്നതാണ്, ഒരുപാട് മനുഷ്യരെ കാണുന്നതാണ്. പള്ളിയിൽ പോകുന്നുണ്ട് പക്ഷെ മദ്യപിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട് അവിഹിത ബന്ധങ്ങളിൽ തുടരുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട് കള്ളത്തരങ്ങളും മോഷണങ്ങളും ചതികളും ചെയ്യുന്നുണ്ട്. എന്നാ സംഭവിക്കുന്നത്? ആരും അവർക്ക് പറഞ്ഞു കൊടുക്കാനുമില്ല. ഈ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് ന്യായവാദങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടനെ പറയുമ്പോൾ അവരാരും പറയുന്നില്ല, ഇവരാരും പറയുന്നില്ല എന്നത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം തന്നെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ച ഒരു കാര്യം പിടിയിട്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എസെക്കിയേൽ പ്രവചന പുസ്തകം 44 അധ്യായം നിങ്ങൾ എടുത്ത് വെച്ച് വായിച്ചാൽ മതി. അതിനകത്ത് ഈ ഉത്തരവാദിത്തപ്പെട്ടവരെക്കുറിച്ച് ചില കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, കാണിച്ചു കൊടുക്കുകയും വേണം. നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പഠിപ്പിക്കാനും എളുപ്പമാണ്. പക്ഷെ നമുക്കത് ആ വിശുദ്ധിയും വിശുദ്ധിയുമല്ലാത്തതും നമ്മൾ വ്യത്യാസം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പലരും പറയും എനിക്കത് ജീവിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. വിചാരിച്ച് ഏറ്റവും വലിയ കെണിയതാണ്. ഇനി അവിടെ പറയുന്ന ലേവ്യരുടെ പുസ്തകം 10:10 പറയുന്നുണ്ട്, വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം. എസെക്കിയേൽ 22:26 അവളുടെ പുരോഹിതന്മാർ എൻ്റെ നിയമം ലംഘിക്കുന്നു, അവർ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു. എൻ്റെ പുരോഹിതൻ പറഞ്ഞപ്പോഴത്തേക്കിനി അതും ചാടിപ്പിടിച്ച് എല്ലാവരും വരും. ഞാൻ എഴുതി വെച്ചിരുന്ന വാക്ക് ഞാൻ വായിച്ചെന്നേ ഉള്ളൂ. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല. ആരാണ്? നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നോഹയുടെ കാലഘട്ടം പോലെ, ലോത്തിൻ്റെ കാലഘട്ടം പോലെയുള്ള ഒരു കുത്തഴിഞ്ഞ ജീവിതം ഇന്ന് നടത്തുന്ന ആ സമൂഹം ഇനി കൂടുകയേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ട് നമ്മൾ സമ്മേളനം വെച്ചത് കൊണ്ടോ സെമിനാർ വെച്ചത് കൊണ്ടോ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ചില പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടും കർത്താവ് കൂടെ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവുമായിട്ട് വന്ന പല മേഖല വന്നപ്പോൾ ഇപ്പോൾ പലരും രാഷ്ട്രീയ പാർട്ടികളുടെയും വലിയ ഉന്നതരുടെയും പുറകെ പോയി അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രിയമുള്ളവരെ കർത്താവിൽ വിശ്വസിക്കുന്നവൻ്റെ സംരക്ഷണം കർത്താവ് നൽകിക്കോളും. അപ്പം ചില വീടുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറില്ലല്ലോ. പക്ഷെ സങ്കീർത്തനം പറയുകയാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ കാവൽ വ്യർത്ഥമാണ്. എത്ര കാവലിന് ആളെ നിർത്തിയാലും കർത്താവ് കാക്കാത്ത ഒരു അവസ്ഥയില്ല എങ്കിൽ പോയി. അങ്ങനെയെങ്കിൽ എന്തെല്ലാം കാവലിന് വേണ്ടുന്ന സകല സംവിധാനം ഒരുക്കി വെച്ചിട്ടും CCTV വെച്ചു, നല്ല ഇനത്തിൽപ്പെട്ട പട്ടിയെ മേടിച്ച് വീട്ടിൽ വെച്ച്, സെക്യൂരിറ്റിയെ നിയമിച്ചു, ഇതൊക്കെ ചെയ്താലും കർത്താവ് നിന്നെ കാക്കുന്നില്ലെങ്കിൽ പോയില്ലേ? അത് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇതുപോലൊരു കാലഘട്ടത്തിലേക്കാണ് 2025 ഒരു പ്രത്യേകത. വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കും. 2025 ഒരു വലിയ പ്രത്യേകതയാണ്. വന്യമൃഗങ്ങളുടെ ഒരു ഇത് ഉണ്ടാകാൻ തുടങ്ങും. നമുക്ക് ചികിത്സിച്ചാൽ പോലും മാറാത്ത രോഗങ്ങൾ ലോകത്ത് വരാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ ഉണ്ട്,
എന്നാൽ ദൈവാത്മാവിന് വില കൊടുക്കുന്നവരുടെ കൂടെ മാത്രമേ ദൈവാത്മാവുള്ളൂ. അങ്ങനെ ദൈവത്തിനും ദൈവാത്മാവിനും വില കൊടുക്കാത്തവരുടെ കൂടെ ദൈവത്തിന് ആത്മാവില്ലാത്തത് കൊണ്ട് മാനസാന്തരം കുറയും. ധ്യാന പ്രസംഗങ്ങളും അത്ഭുത അടയാളങ്ങളും നിരവധി നടക്കുമ്പോഴും മാനസാന്തരം കുറയും. ഈ മാനസാന്തരം കുറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ആൾ കൂടുന്നത് അഭിഷേകമായിട്ട് കാണുന്നു. ആളെവിടെയും കൂടും. ധ്യാനത്തിന് കൂടുന്ന പോലെ, ഞാൻ ആൾ കൂടുന്നതിനെ കുറ്റം പറയില്ല, വിമർശിക്കുകയല്ല. ആൾ ധ്യാനത്തിന് കൂടുന്ന പോലെ തന്നെ ഒരു സിനിമാ നടൻ ഒരു സ്ഥലത്ത് വന്നാലും ആൾ കൂടും. ഒരു വലിയ ആഘോഷം നടക്കുന്നിടത്തും ആൾ കൂടും. ആളെ കൂട്ടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ധ്യാനത്തിൻ്റെ പ്രത്യേകം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ അതുകൊണ്ടാണ് ചിലപ്പോൾ ആളൊക്കെ കുറയുന്നത്. ആയിക്കോട്ടെ, സാക്ഷ്യം പറച്ചിലുകളില്ല. ഞാൻ അവർക്ക് ഇത്രേ പറയത്തുള്ളൂ. നിങ്ങൾ നാട്ടിൽ പോയി സാക്ഷ്യമായിട്ട് ജീവിക്കുക, വചനപ്രകാരം ജീവിച്ചു തുടങ്ങുക. നിങ്ങളെ കണ്ടും കൊണ്ട് ആൾക്കാർ ക്രിസ്തുവിലേക്ക് വരണം. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവും നിങ്ങളുടെ അയലത്തെ വീട്ടിലെ ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന കർത്താവും ഒന്ന് തന്നെയാണ്. പക്ഷേ ആ വ്യക്തി കാണുന്ന കാഴ്ചപ്പാടിലല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൽ ആ വ്യക്തി കർത്താവിനെ കാണുന്നത്. ഇവിടെ ആ വ്യത്യാസം കിടക്കുന്നത്. ചിലർ ചോദിക്കത്തില്ലേ, നിങ്ങളെ കണ്ട ദൈവത്തെ അല്ലേ ഞങ്ങളും കണ്ടത്? നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിനല്ലാതെ വേറെ യേശുവൊന്നുമില്ലല്ലോ. ഈ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ 10-ാമത്തെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചത് ഇങ്ങനെയാണ്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? എഴുതിയ വ്യക്തി എഴുതിയതുപോലെയാണോ നീ വായിക്കുന്നത്, നിനക്ക് ഇഷ്ടമുള്ള കണക്കാണോ വായിക്കുന്നത്? അവിടെയാ പ്രശ്നം. അപ്പം 2025 ആത്മീയ പറ്റിപ്പലുകൾ കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് തിരിച്ചറിയുക. ആത്മീയമായ ഒരു ചതി നടക്കുവാൻ പലപ്പോഴും സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് പരിഹരിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ അന്തിക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എതിർ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട അരൂപിയുടെ പ്രവർത്തനമുള്ള മേഖലകളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ ട്രാപ്പിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ശുശ്രൂഷകരും ചിന്തിക്കണം, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണ്? ഇനി സ്നേഹം മാത്രം പോരാ. സ്നേഹം മാത്രമാണെങ്കിൽ പിശാചിനും സ്നേഹമുണ്ടെന്നേ. കരുണ മാത്രം പോരാ, പിശാചിനും കരുണയുണ്ട്, ദയയുണ്ട്. എന്നാൽ പിശാചിലില്ലാത്തൊരു കാര്യം പരിശുദ്ധ സ്നേഹമില്ല, പരിശുദ്ധമായൊരു ദൈവിക കരുണയില്ല, വിശുദ്ധി ഒട്ടും തന്നെ പിശാചിൽ ഇല്ല. വിശുദ്ധിയുടെ ഭാഗ്യരൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഓരോ വ്യക്തിയും ഈ 2025 സംഭവിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, നിരവധി ക്രമക്കേടുകൾ ഇവിടെ സംഭവിക്കും. മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനം മൂലം അപകടങ്ങൾ, മരണങ്ങൾ, രോഗങ്ങൾ, കൊലപാതകങ്ങൾ, കുടുംബ തകർച്ചകൾ, വിവാഹ വേർപെടുത്തലുകൾ, മനുഷ്യനല്ലായിത്തീരുന്ന മൃഗീയമായ അവസ്ഥകൾ. ബൈബിള് വായിച്ചാൽ അറിയാൻ പറ്റും. ശവക്കലറയിൽ കഴിഞ്ഞ മനുഷ്യനെക്കുറിച്ച് വായിച്ചതുപോലെ, അതുപോലെ തന്നെ മറ്റ് മേഖലകൾ, രോഗപീഠകളിലൂടെ വരുന്ന അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വർദ്ധിച്ചു വരുന്നു. ദൈവാത്മാവിലൂടെയും ദൈവവചനത്തിലൂടെയും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുക? എന്താണ് ആത്മീയ മനുഷ്യൻ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, കർത്താവ് ഭരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇപ്പോഴത്തെ ഈ ഭരണങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇല്ലാതാക്കി കർത്താവ് രാജ്യം ഇവിടെ സ്ഥാപിതമാക്കും. അങ്ങനെ കർത്താവിൻ്റെ രാജ്യം ഇത് വെച്ചും കൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, അങ്ങയുടെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദുഷ്ടൻ നിങ്ങളെ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ദുഷ്ടന് മോചനം പ്രാപിക്കണം. പ്രലോഭനം ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കണം. വെറുപ്പും അസ്വസ്ഥതകളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുവാൻ തീരുമാനമെടുക്കണം. ഭിന്നതകൾ മാറിപ്പോകണം. സമാധാനം എന്നുള്ള ബാനർ പോരാ, സമാധാനം ഹൃദയത്തിലുണ്ടാകണം. വിശുദ്ധിക്ക് വേണ്ടി അതിശക്തമായൊരു പോരാട്ടം നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഈ വിശുദ്ധിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. 22:11 ഇങ്ങനെ പറയുന്നത്, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ,
പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. അപ്പം വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. ദാനിയപ്രവചന പുസ്തകം 12:10 പറയുന്നതിൻ്റെ ഒരു ആവർത്തനം കൂടിയാണത്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണെന്ന് കണ്ട് അവരെന്ത് ചെയ്യും? ആ ശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ശുദ്ധീകരിക്കുന്ന കർത്താവാണ്, പക്ഷേ ശുദ്ധീകരിക്കുന്ന കർത്താവിനെ സമീപിക്കേണ്ടത് പോലെ സമീപിക്കും. ദുഷ്ടത പ്രവർത്തിക്കും, അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. ആരാ ജ്ഞാനികൾ? അജ്ഞതയില്ലാത്ത മനുഷ്യർ ഗ്രഹിക്കും. ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത വ്യക്തികൾ പരാജയപ്പെടും. ഇവിടെ പറയുകയാണ് ജ്ഞാനികൾ ഗ്രഹിക്കും. ഇനി വീണ്ടും ദാനിയപ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 11:35 ജ്ഞാനികൾ ചിലർ വീഴും. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത്. അന്തിമദിനം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അന്തിമ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. വിശ്വാസത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിക്കേണ്ട ഈ സമയത്ത് നമ്മൾ വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കണം. ആശയങ്ങളോ തത്വങ്ങളോ ബോധ്യങ്ങളോ വെളിപ്പെടുത്തലുകളോ മാത്രമല്ല, അതൊന്നുമല്ല. ദൈവവചനം എന്തു പറയുന്നു അതിനകത്ത്. എല്ലായിടത്തും രക്ഷയൊന്നുമില്ല. യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷയുടെ മാർഗങ്ങൾ ഒരുപാട് വഴികളിലൂടെ ഉണ്ട്. ഇല്ല, ഒറ്റ വഴി ക്രിസ്തുവിലൂടെ, ക്രിസ്തു പറഞ്ഞ ശരിയായ വഴിയുടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി പോരാടണം. അതിശക്തമായ പ്രാർത്ഥന ഉയരണം. രാവും പകലും പ്രാർത്ഥനകൾ ഉയരണം. രാത്രിയും പകലും പ്രാർത്ഥനകൾ ഉയരണം. രാത്രിയും പകലും പ്രാർത്ഥന. അതിനാ നമ്മൾ 24 മണിക്കൂർ ചാപ്പൽ വരുന്നത്. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കുവാൻ വേണ്ടുന്ന കരുത്തു ലഭിക്കുവാൻ, പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെച്ചാൽ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ദൈവസാന്നിധ്യത്തിലായിരിക്കുക, എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക, കർത്താവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക. വലിയ ബുദ്ധിമുട്ടായിരിക്കും, വലിയ ബുദ്ധിമുട്ടാണ് അത്. കാരണം പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ദൈവമായിട്ട് ബന്ധത്തിലായിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 2025 ഏറ്റവും വലിയൊരു ആത്മീയത്വത്തിൻ്റെ വർഷമാകുമ്പോൾ ആത്മീയ വിജയത്തിൻ്റെ വർഷം കൂടി ആകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കണം. 2024 ഉള്ളതിനേക്കാൾ കൂടുതൽ ആധ്യാത്മികതയിലേക്ക് എന്ന് പറയുമ്പോൾ ആധ്യാത്മിക പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടലുകളും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല ഞാനീ പറഞ്ഞത്. ദൈവവുമായിട്ടുള്ള ആലോചന ചോദിച്ച് ദൈവഹിതം മാത്രം പ്രവർത്തിക്കുന്ന ഒരു മകളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കണം. ഈ സന്ദേശം ചിലപ്പോൾ നമ്മൾ സാധാരണ അരമണിക്കൂറാണ്, ഒരു 5-10 മിനിറ്റ് കൂടിയാൽ നിങ്ങൾ ദൈവം ഇത് ക്ഷമിക്കണം. കാരണം ഇതിൻ്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ മാസവും നമ്മൾ ഓൺലൈൻ ധ്യാനം വയ്ക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആൾക്കാർ ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും 2025 ആത്മീയമായിട്ട് നിരവധി പേരെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ കൂടെ നിന്ന് സഹായിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവർ പറയുക. ഒരുപാട് ആത്മഹത്യകൾ നടക്കിയപ്പോൾ നിരവധി പേർ രോഗം വന്ന് മരണപ്പെടുന്നു. എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. ഞാൻ പറഞ്ഞ ആശുപത്രിയുടെ കാര്യമല്ല. ഒരു രോഗം വന്നാൽ ഇങ്ങനെ ചിന്തിക്കുക, ഇത് എന്തുകൊണ്ട് വന്നെന്ന് കണ്ടുപിടിക്കുക. ചികിത്സിക്കാൻ പോകണമെന്നല്ല, ചികിത്സിക്കാൻ പോവുക. ചിലർക്ക് എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. എന്തുകൊണ്ടായിരിക്കും ഇത് വന്നതെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് ബൈബിളിലെ എല്ലാ രോഗങ്ങളും ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ രോഗങ്ങൾക്കെല്ലാം ഓരോ കാരണങ്ങളും ബൈബിളിലുണ്ട്. അപ്പോൾ ഇതുപോലൊരു കാരണമാണോ എൻ്റെ രോഗത്തിന് കാരണമായത് എന്ന് കണ്ടുപിടിച്ച് കർത്താവ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം എന്ന് കർത്താവുമായിട്ട് ചേർന്ന് സംസാരിക്കുക. കാരണം ഇവിടെ രോഗം കുറയുന്നത് കൊണ്ട് ആണെങ്കിൽ ആശുപത്രി കുറയേണ്ടതായിരുന്നു. ഇന്ന് ആശുപത്രികൾ കൂടുന്നതിൻ്റെ കാരണം രോഗികൾ കൂടുന്നത് കൊണ്ടാണ്. പല കാരണങ്ങളുണ്ട് അതിന്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക പല കുടുംബങ്ങളിലും. ചിലർ കടം മേടിച്ച്
ആഡംബരമായ ജീവിതം നയിക്കുന്നു, സുഖലോലുപത, ജീവിത വ്യഗ്രത, മദ്യാസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുമെന്ന് കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് സുഖലോലുപതയ്ക്ക് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഞാനിത് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ബസ് പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുള്ളൂ. കേരളത്തിന് പുറത്താണെങ്കിൽ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആകണമെന്ന് ഞാൻ പറയുകയല്ല ഒരാൾക്ക്. നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം, അത് മനസ്സിലാക്കുക. അത് പാപത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ട് ഏറ്റവും അവസാനം കടം വന്ന് ദൂർത്തടിച്ചോ സുഖലോലുപതയ്ക്കോ അനാവശ്യമായിട്ട് ചിലവഴിച്ചിട്ട് കടം വന്നു കഴിയുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു പോകുന്ന കുറേ മനുഷ്യരെ ഞാൻ കാണാറുണ്ട്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുന്ന യേശയ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അനുസരിക്കാത്തത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അനുസരിക്കാത്തത് കൊണ്ടാണ് ഐശ്വര്യം ആസ്വദിക്കാൻ പറ്റാത്തത്. അപ്പം അതുകൊണ്ട് പാപ വഴികൾ വിട്ട് തിരിച്ചു വരാൻ തീരുമാനമെടുക്കണം. അങ്ങനെ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം ഒന്ന് പരിശോധിക്കണം. ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നല്ലവണ്ണം ഒന്ന് ഒരുങ്ങണം, അനുദപിക്കണം, കുമ്പസാരിക്കണം, ഏറ്റുപറയണം, കർത്താവുമായിട്ട് രമ്യതപ്പെട്ട് തിരിച്ചു വരാനായിട്ട് തീരുമാനമെടുക്കണം. 2025 ഒരു ഫ്രഷായിട്ടുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ആത്മഹത്യ നമുക്കൊന്നിനും പരിഹാരമല്ല. പലർക്കും മനസ്സ് ദുർബലമാകുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത്, ജീവിക്കാൻ മടുപ്പ് തോന്നുന്നത്, ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ കുഴപ്പമില്ലാതെ ജീവിച്ചു പോയ വ്യക്തിയാണ്, ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്, മക്കളുണ്ടായതിനു ശേഷമാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്, വീട്ടിൽ ചിലർ വന്നതിന് ശേഷമാണ് കുഴപ്പമുണ്ടായത്. കുഴപ്പം നമ്മളിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുക്കണം. നമ്മൾ വഴി ആരും നശിക്കരുത്. നമുക്ക് സാധിക്കുന്നിടത്തോളം മനുഷ്യരെ ക്രിസ്തുവിലൂടെ നേടി ക്രിസ്തുവിനായി നൽകുവാൻ തക്കവിധം നമ്മുടെ ജീവിതം ഒരുക്കപ്പെടണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, ജോലി തിരക്കുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് ഞാൻ എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്? എനിക്ക് ദിവസം ഇത്ര നേരം കർത്താവിനെക്കുറിച്ച്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പല സുവിശേഷ വേലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടെത്തുക. കാര്യം നടക്കാൻ വേണ്ടി ദൈവത്തെ സമീപിക്കുന്ന ഇടപാട് നിർത്തിവെച്ച് സ്നേഹിച്ച് ദൈവവുമായിട്ട് ബന്ധത്തിലാവുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പം മിക്കവാറും അങ്ങനെ വരുമ്പം എല്ലാ ദിവസമൊക്കെ മിക്കവാറും ദിവസങ്ങളിലെല്ലാം നമുക്ക് ശുശ്രൂഷ ഉണ്ടാകും, ഓൺലൈൻ ശുശ്രൂഷകൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിചയത്തുള്ളവരെ അറിയിക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ ഞാനിപ്പോൾ ഇങ്ങനെ കാശിൻ്റെ കാര്യം പറഞ്ഞു, ഇതല്ലാതെ വേറെ ഒരു പിരിവ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോയി ചോദിച്ച് മേടിക്കുന്ന ഒരു പരിപാടി മദർ മേരി മിനിസ്ട്രിക്കില്ല, മരിയാശ്രമത്തിലില്ല. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുത്. ഏതെങ്കിലും ഒരു ഇത് വെച്ചും കൊണ്ട് കൊടുക്കരുത്. ഫേക്കായിട്ടുള്ള പലതും ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതെപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആരെയും നമ്മൾ ഒരിക്കലും ഈ സമ്പത്ത് ശേഖരിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും കളിപ്പിക്കലുമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ വിളിക്കണം, വാട്സപ്പിൽ മെസ്സേജ് ഇടണം, ചോദിക്കണം, കാര്യങ്ങൾ ഗ്രഹിക്കണം. ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും ശുശ്രൂഷാ മേഖലയുമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്നെ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കിട്ടും, തിരക്കൊന്നുമില്ലെങ്കിൽ ആർക്കും. അപ്പോൾ അവർ അറ്റൻഡ് ചെയ്തോളും, അവരോട് കാര്യങ്ങൾ പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മനസ്സോടെ നമുക്ക് കുറേ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി, കർത്താവ് ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു ജീവിതത്തിൽ ഒരുപാട് ധ്യാനം കൂടിയവരായിരിക്കും, ഒരു ഫോളോ അപ്പ് നമുക്ക് ലഭിക്കട്ടെ, ഒരു ആത്മീയ ഉന്നതി നമുക്ക് ലഭിക്കട്ടെ. ഇനി ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ആരെങ്കിലും ഒരു നെഗറ്റീവ് നിങ്ങളടുത്ത് പറഞ്ഞു, ആ ശുശ്രൂഷ ശരിയല്ല, വചനപ്രഘോഷം ശരിയല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിച്ച് ചോദിക്കാം. അത് സഹോദര, ഇന്ന കണക്കൊരു കാര്യം ഞാൻ കേട്ടല്ലോ നിങ്ങളെക്കുറിച്ച്, അത് ശരിയാണോ? ഞാൻ കൃത്യമായതിന് ഉത്തരം തന്നേക്കാം. ഒന്നും നമ്മൾ മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലർക്ക്
നമ്മുടെ പ്രബോധനങ്ങളെ ചിലർക്ക് താല്പര്യമില്ലാത്തതിന് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് അവർക്ക് വെളിപ്പെട്ട് കിട്ടി. നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അത് അവരെ സംബന്ധിച്ചോളം അതൊരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവരിൽ നിന്ന് ചില പണമോ മറ്റ് സഹായങ്ങളോ ആവശ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അവരെ പുകഴ്ത്തി പറയുന്നവരോ നിങ്ങളുടെ പ്രശ്നം കുഴപ്പമില്ല, ബലഹീനതയാണ്, പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരോ ഉണ്ടായേക്കാം. നമുക്കത് പറ്റില്ല. നമ്മൾ സ്നേഹത്തോടെ തന്നെ പറയും, സഹോദര സഹോദരി, ഈ പോക്ക് ശരിയല്ല, ഈ വഴി തെറ്റാണ്, കർത്താവിൻ്റെ വഴി മറ്റൊന്നാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്, തീരുമാനിക്കാം. ഞാനിപ്പോൾ ആരെങ്കിലും നമ്മുടെ മിനിസ്ട്രി സഹായിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ഓർത്തേക്ക് നിങ്ങളുടെ ജോലി എന്താ, നിങ്ങൾ എന്നാ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ബാറുടമ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ സുവിശേഷ വിലയെ സഹായിക്കാം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നില്ല, ഞാൻ പറയാം സഹോദര കാശ് ഞാൻ അയച്ചുതരാം. എന്നാൽ അയാൾ ബാറിൻ്റെ ഒരു ഉടമയാണെങ്കിൽ ആ വ്യക്തിയും ചിലപ്പോൾ ദശാംശം കൊടുക്കുന്നവരുണ്ടാകാം. നമുക്ക് ആ കാശ് വേണ്ട, പലിശക്കാരുടെ കാശ് നമുക്ക് വേണ്ട. കർത്താവിന് നിഗൂഢ ധനശേഖരങ്ങളുണ്ട്, അതുകൊണ്ട് അതിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ്. പക്ഷേ ജനത്തെ ഇത് അറിയിക്കണമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിയിച്ചു, അത്രയേ ഉള്ളൂ. അവിടെ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. കർത്താവാണ് ബാക്കി എല്ലാം ക്രമീകരിക്കുന്ന കർത്താവ്. ഞങ്ങളത് അനുഭവിക്കുന്നവരായതുകൊണ്ട് പറയുക. നമ്മുടെ പ്രിയമുള്ളവരെ, ദൈവപരിപാലനയിൽ ജീവിക്കുന്ന ഒരു വർഷമാകട്ടെ 2025. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു ചെന്ന് നിരവധി പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാം. ഈശോയെപ്പോലെയും പരിശുദ്ധ അമ്മയെപ്പോലെയൊക്കെ ജീവിക്കുന്ന നിരവധി മക്കൾ ഈ ലോകത്തിൽ ഉണ്ടാകുവാൻ തക്ക വിധം അവർ എല്ലാവരും ഒരുക്കപ്പെട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ. ഈ മാസം അടുത്ത ആഴ്ച 20, 21, 22 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഓൺലൈൻ ധ്യാനമുണ്ട്. എല്ലാവരും ദയവായിട്ട് പങ്കെടുക്കുക. മറ്റൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, ഞാനത് പറഞ്ഞു പോകുന്ന സമയം പോയി എന്നെനിക്കറിയാം. യൂട്യൂബിലൂടെയുള്ള ഒരു വരുമാനവും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് ഒരു പൈസ പോലും നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ കിട്ടാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തു വെച്ചിട്ടുമില്ല. അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ചിലർക്കൊരു ധാരണയുണ്ട് യൂട്യൂബ് ഉണ്ടെങ്കിൽ അതിനകത്തൂടെ കാശ് കിട്ടും. അങ്ങനെ കാശ് എടുക്കുന്നവർ ഒരുപാട് പേരുണ്ടായേക്കാം. നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അതിനകത്തൊരു പരസ്യവും കാണാത്തത്. നമുക്ക് താല്പര്യമില്ല. നല്ലൊരു ദൈവവചനത്തിൻ്റെ ഇടയ്ക്ക് പരസ്യം കയറി വന്ന് അതിൻ്റെ കൃപ കളയേണ്ട ആവശ്യമില്ലല്ലോ. കുർബാന ഇടയ്ക്കും പരസ്യമാണ്, വചന പ്രഘോഷത്തിന് ഇടയ്ക്കും പരസ്യമാണ്. അത് കാശ് വേണമെങ്കിൽ അവർ പരസ്യം വിടും, അത് അവരുടെ രീതിയാണ്. പിന്നെ എപ്പോഴെങ്കിലും ചില ടോക്കുകൾ പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ഒന്നും ചെയ്തതല്ല, അത് യൂട്യൂബ് കമ്പനിക്കാരവർ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് അവർ ചെയ്യുന്നതാണത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ജനുവരിയിലെ ധ്യാനം നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നു. 3-ാം തീയതി മുതൽ ജനുവരി 3 മുതൽ 2025 ജനുവരി 3 മുതൽ 23 വരെ 21 ദിവസത്തെ ഉപവാസപ്രാർത്ഥനയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ചാപ്പലിന് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 1000-ഓ അതിൽ കൂടുതലോ ഒക്കെ തരുവാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഗൂഗിൾ പേയുടെ നമ്പർ കൊടുത്തേക്കാം, അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തേക്കാം. താല്പര്യമുള്ള അതിലേക്ക് ഇട്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുകൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. കാരണം നിങ്ങളോട് സംസാരിക്കണം, കാരണം നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്നും കൂടെ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം, സ്വർഗത്തിൽ നിത്യതയിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം, അത് മാത്രമേ നമുക്കുള്ളൂ. മറ്റൊരു ലക്ഷ്യവും നമുക്കിവിടെ ഇല്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു. കർത്താവേ, അടുത്തൊരു വർഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ലൂക്കാസ് സുവിശേഷത്തിൽ ഞങ്ങൾ വായിക്കുന്നു, ഒരു വർഷം കൂടെ അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ചുവട് കിളച്ച് ഞാൻ വളമിടാം, മേലത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞു കൊള്ളുക. 2024 വരെ ഒരു ഫലവും കൊടുക്കാതെ വളർന്നു നിന്ന ഒരു ഉപകാരമില്ലാത്ത വൃക്ഷമാണ് ഞാനെങ്കിൽ, എൻ്റെ കർത്താവെ, അങ്ങയുടെ കരുണയാലാണ് ഞാൻ 2025 കടക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും അങ്ങേക്ക് ഫലം തരുന്ന യജമാൻ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കൃഷിക്കാരൻ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. കൃഷിക്കാരനൊരു പ്രതീക്ഷയുണ്ട്.
ഉടമസ്ഥന് പ്രതീക്ഷയിലും കൃഷിക്കാരന് പ്രതീക്ഷയുണ്ട്, ഫലം തരും. കാരണം നിപ്പ് കണ്ടാൽ അങ്ങനെയാണ്. ഫലങ്ങൾ ശരിയായ രീതിയിലല്ല. ഒരുപാട് കഴിവുള്ള വൃക്ഷമാണ്, ഒരുപാട് ഫലങ്ങൾ കായ്ക്കാൻ തക്കതായ വൃക്ഷമാണ്, അതിനുള്ള ആരോഗ്യമുണ്ട്, ബലവുമുണ്ട്, കഴിവെല്ലാം ഉണ്ട്. പക്ഷേ അത് ശരിയായ ഫലം കായ്ക്കുന്നില്ല, ആവശ്യത്തിന് ഫലം കായ്ക്കുന്നില്ല. സ്ഥലം പാഴാക്കിക്കൊണ്ടിരിക്കുക. ഈ സ്ഥലത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത്രയും സ്ഥലം പാഴാക്കേണ്ടിയില്ലായിരുന്നു, പുതിയത് വെച്ചുപിടിപ്പിക്കാമായിരുന്നു. കർത്താവേ, എന്നെ വെട്ടിക്കളയരുതേ, 2025 കൂടി അവിടുന്ന് എനിക്ക് തരണമേ. ഇനി ഞാൻ എൻ്റെ ജീവിതം അങ്ങേക്കുള്ളതാക്കി തരാം. അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തുടങ്ങാം. അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പമായിരിക്കട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും യാത്ര. അങ്ങ് ജോലി തന്നില്ലെങ്കിൽ, കഴിവ് തന്നില്ലെങ്കിൽ, ബുദ്ധി തന്നില്ലെങ്കിൽ, ബോധം തന്നില്ലെങ്കിൽ, ആരോഗ്യം തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഞാൻ ശ്വസിക്കുന്നത് പോലും, ഞാൻ എൻ്റെ ഉള്ളിൽ ആഹാരം ഇറങ്ങുന്നത് പോലും, ദഹിക്കുന്നത് പോലും, എൻ്റെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് പോലും അങ്ങയുടെ കരുണയാലാണ്. അങ്ങ് എല്ലാ തകർച്ചകളും എന്നെ മോചിപ്പിച്ച് കാത്തുപരിപാലിക്കുന്നു. കർത്താവെ, ഒരവസരം കൂടി അങ്ങ് തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ നിറയപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയപ്പെട്ടെ. അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങൾ നിറയപ്പെട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെട്ടെ. പിതാവായ ദൈവമേ, സ്വർഗീയ അപ്പ, അവിടുത്തെ സ്നേഹം ഞങ്ങൾ നിറയട്ടെ. ഈശോയെ, ഞങ്ങളുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും തലമുറകളും വിശുദ്ധീകരിക്കപ്പെട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങാൽ നയിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ജീവിതം ഞങ്ങൾക്കൊരു മാതൃകയായിട്ടുണ്ടല്ലോ. അമ്മയെപ്പോലെ ദാസ്യ മനോഭാവത്തോടു കൂടെ ദൈവഹിതം മാത്രം അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മകനും മകളുമായി ഞങ്ങൾ മാറ്റപ്പെടട്ടെ. വിശുദ്ധരെ, നിങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങൾക്ക് മാതൃകകളാണ്. അതുപോലെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾ ഒരുക്കപ്പെട്ടെ. മിഖായേൽ മാലാഹെ, ഗബ്രിയേൽ മാലാഹെ, റഫായേൽ മാലാഹെ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, സന്ദേശം ഇത്തിരി നീണ്ടുപോയെന്ന് എനിക്കറിയാം. നിങ്ങൾ ക്ഷമയോടെ ഇത് കേട്ടിരുന്നതിന് നന്ദി പറയുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും തലമുറകളും നിങ്ങളുടെ ഭവനത്തുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ. 2025 ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി നമുക്ക് മാറ്റപ്പെടട്ടെ. തിന്മയുടെ ശക്തികൾ പരാജയപ്പെടുത്താതെ വിജയിച്ച കർത്താവിൻ്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.